ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണുള്ളതെന്ന് നോക്കാം. ഓക്കെ, ചാനൽ ഒരുപാട് പേര് വീഡിയോസ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഞാൻ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറയുന്നതല്ല, പക്ഷേ ഒത്തിരി പേരും വീഡിയോസ് നോക്കുമ്പോൾ 84% ആളുകളൊക്കെ വീഡിയോ വാച്ച് ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ്. അപ്പോൾ പ്ലീസ് ടു സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ, നിങ്ങളുടെ എനർജി ആയിട്ട് ടാലി ആവുന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണ്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസാണ് ഇന്ന ദിവസം ഉള്ളത്. ഓക്കെ, നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഓക്കെ, നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് 10 ഓഫ് സ്വോർഡിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. അപ്പം നിങ്ങൾ ഒരു എന്താണ്, നിങ്ങളുടെ ലൈഫ് വളരെ സ്മൂത്തായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു സ്റ്റക്നെസ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. ആ ഒരു സ്റ്റക്നെസ് നിങ്ങളുടെ ഒരു കാർമിക്കായിട്ടുള്ള സിറ്റുവേഷൻ എൻഡ് ആവുന്നതിൻ്റെ ഫലമാണ്. അതായത് നിങ്ങൾ അനുഭവിക്കേണ്ട ഒരു കാര്യം അനുഭവിച്ച് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പല രീതിയിലായിരിക്കാം നിങ്ങൾക്ക് ആ പാഠങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളേണ്ടി വരുന്നത്. അതായത് ചിലർ നിങ്ങൾക്ക് ജോലിയുള്ള കാലത്ത്, നല്ല ജോലിയുള്ള കാലത്ത് ജോലി ഇല്ലാത്ത ആളുകളെ ചിലപ്പോൾ കളിയാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ജോലി ഇല്ലാത്ത ആളുകൾ അനുഭവിക്കുന്ന മനോവേദന എന്താണെന്ന് നിങ്ങൾക്കറിയാൻ വേണ്ടി നിങ്ങൾക്കുണ്ടായിരുന്ന നല്ല ജോലി ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതുപോലെ പ്രണയത്തിലിരിക്കുന്ന സമയത്ത്, ഈ പ്രണയിക്കുന്ന സമയത്ത് ഞാൻ എന്തോ ആണെന്ന് വിചാരിക്കുക, ആ പ്രണയത്തിന് മൂല്യം കൊടുക്കാതിരിക്കുക. അങ്ങനെ അതിൻ്റെ പ്രണയം എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു വികാരമാണത്. ഏറ്റവും സ്മൂത്ത്ലി ഗോയിങ് ആയിരിക്കുന്ന സമയത്ത് അത്രത്തോളം മനോഹരമായിട്ടുള്ള മറ്റൊരു വികാരവും ഭൂമിയിൽ ഉള്ളതായിട്ട് അറിയത്തില്ല. നമ്മളെപ്പോഴും പറയും സ്നേഹമാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ അത്തരം അമൂല്യമായിട്ടുള്ളൊരു കാര്യമാണ് ഈ രണ്ട് മനസ്സുകൾ തമ്മിൽ ചേർന്ന് പരസ്പരം എന്താണ് നമ്മൾ പറയുന്ന ഒരു ആത്മാക്കൾ തമ്മിലുള്ളൊരു കൂടിച്ചേരില്ല, അതൊക്കെയാണ് ഈ പ്രണയം എന്ന് പറയുന്നത്. ആ ഒരു സ്മൂത്ത് ഗോയിങ്ങിൽ ഈഗോ കലർത്തുക, അതിൽ വാല്യൂ കൊടുക്കാതിരിക്കുക, അവിടെ ചതിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടുത്തി കളഞ്ഞ് ആ പ്രണയം ആക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നൊരു കാലമാണ് ഇത്. അതുപോലെ മറ്റുള്ളവരെ പറ്റിക്കുക, വഞ്ചിക്കുക, കളവ് പറയുക, കള്ളം പറഞ്ഞ് നേടുക, പക്ഷെ അതൊക്കെ ഒരു ദിവസം പൊളിയും. അപ്പോൾ അങ്ങനെ കള്ളത്തരം പൊളിയുക, വിശ്വാസവഞ്ചന നടത്തുക, അതുപോലെ കൂടെ നിൽക്കുന്ന ആളുകളെ ചതിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾ മുൻപ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് നിങ്ങൾക്കും ഇത് അനുഭവിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലൂടെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാലം അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊരു കർമ്മ അനുഭവിച്ച് അതിൻ്റെ കഠിനമായ വേദനയിൽ കടന്നു പോകുന്നൊരു സമയമായിരിക്കാം ഇത്. അതിൻ്റെ ഫലമായിട്ട് ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ടേക്കാം, പ്രണയ നൈരാശ്യം വന്നേക്കാം, പിന്നെ അപകടങ്ങൾ സംഭവിച്ചേക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ആളുകളുടെ വേർപാട് തന്നെ ഉണ്ടായേക്കാം, കൂടെ നിൽക്കുന്നവർ പിന്നിൽ നിന്ന് ചതിക്കുക, വഞ്ചിക്കുക, കള്ളത്തരം പൊളിയുക, വിശ്വാസവഞ്ചന കാണിക്കുക, ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് നിങ്ങൾ തന്നെ ചെയ്ത ഒരു പ്രവൃത്തിയുടെ ഫലമാണ്. ആ പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്ന നിങ്ങളെയാണ് ഇവിടെ കാണുന്നത്. അതാണ് ഈ 10 ഓഫ് സ്വോർഡ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു എൻഡിലേക്ക് വന്നിരിക്കുന്നു, ഒരു കാർമിക് സിറ്റുവേഷനെ നിങ്ങൾ അതിൻ്റെ ആ സർക്കിൾ പൂർത്തീകരിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാർമിക് സിറ്റുവേഷൻ എൻഡ് ആവാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ഈഗോ ഹേർട്ട് ആവുക, മറ്റുള്ളവർ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുക, കൂടെ നിന്നിട്ട് ചതിക്കുക, ജോലി നഷ്ടപ്പെടുക, ചിലപ്പോൾ വീണു പോവുക, ചതിച്ച് വീഴിക്കുക, വാഹനാപകടം ഉണ്ടാവുക, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സാഹചര്യങ്ങൾ ചിലപ്പോൾ ഇന്നേ ദിവസം ആർക്കെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി ശാരീരികമായിട്ട് വല്ലാത്ത പെയിൻ അനുഭവിക്കുന്നതാവാം, ശാരീരികമായിട്ട് എഴുന്നേൽക്കാൻ പറ്റാത്ത വിധം നിങ്ങൾ വീണു പോകുന്ന വേദനകൾ അനുഭവിക്കുന്നതാവാം. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്നേ ദിവസം അനുഭവിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ നെഗറ്റീവ് അടിക്കുമെന്ന് എനിക്കറിയാം, പക്ഷേ 10 ഓഫ് സ്വോർഡ് എന്ന് പറയുന്നത് ഒരു പെയിൻഫുൾ എൻഡിങ്ങിൻ്റെ കാർഡാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മുമ്പ് എപ്പോഴോ നിങ്ങൾ ആരോടോ ചെയ്ത ഒരു കാര്യം, ഒരു കർമ്മ, അവർക്ക് വേദന ഉണ്ടാക്കിയിട്ടുള്ളൊരു കാര്യം, അതിൻ്റെ ഫലം
നിങ്ങൾ അനുഭവിക്കുന്നു, അതുകൂടി അത് തീർന്നു, ആ കർമ്മം അവസാനിച്ച് നിങ്ങൾ സ്വതന്ത്രമാകുന്നു എന്നാണ് കേട്ടോ. അപ്പോൾ അതിനെ പോസിറ്റീവായിട്ട് എടുത്തിരുന്നാൽ മതി. ഒരു കാർമിക് സിറ്റുവേഷൻ നിങ്ങളിൽ എൻഡായി പോകുന്നു എന്നാണ് ഈ 10 of Swords പറയുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങളെ ആരെങ്കിലും അവഹേളിക്കുന്നതാകാം, ഇൻസൾട്ട് ചെയ്യുന്നതാകാം, വഴക്കുണ്ടാക്കി നിങ്ങളെ നാണക്കേടുണ്ടാക്കി വീഴ്ത്തുന്നതാകാം, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്വോർഡ് എനർജി ആയതുകൊണ്ട് വഴക്കുകളെ സൂക്ഷിക്കുക. വഴക്കുണ്ടാകുന്നതിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് നമ്മൾ അതിൻ്റെ ദൂഷ്യവശങ്ങളെല്ലാം നമ്മൾ ഏറ്റെടുത്ത് കൂടെ നിൽക്കുന്നവർ നമ്മളെ ചതിച്ച് നമ്മൾ ഒന്നുമല്ലാതായി പോയി വീണ് പോകുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ വഴക്കുകളിൽ നിന്ന് മാറി നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വാഹനം ഉപയോഗിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ. ദെൻ 3 of Wands ആണ്. ഇപ്പം നിങ്ങൾക്ക് ജോലി വരികയാണെങ്കിൽ, ജോലി ഓഫറുകൾ വരുവാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുമ്പം നിങ്ങൾ ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസ് വരുവാണെങ്കിൽ കൺഫ്യൂസ്ഡ് ആവും. ഇതിലേത് സെലക്ട് ചെയ്യണമെന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതിൽ ഒരു ചോയ്സ് എടുത്തിട്ട് ഇത് ചെയ്യാം എന്ന് തീരുമാനമെടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ്. അപ്പോൾ തീരുമാനമില്ലാതിരുന്ന ഇടങ്ങളിൽ തീരുമാനമുണ്ടാവുകയും അതിനുവേണ്ടി പ്ലാനിങ്ങുകളും പ്രിപ്പറേഷൻസും നടത്തി നിങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നതാണ് 3 of Wands എന്ന് പറയുന്നത്. ഇനി വിദേശത്തേക്ക് പഠിക്കാനോ ജോലിക്കോ ഒക്കെ പോകാൻ വേണ്ടി നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഇന്ന് നിങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുന്നതോ മെഡിക്കൽ പാസ്സാവുന്നതോ അല്ലെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്തിട്ട് അതിൻ്റെ കോൾ ലെറ്റർ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതോ, അങ്ങനെ വിദേശത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഗുഡ് ന്യൂസ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം. അതുപോലെ ഒരു ഗുഡ് ന്യൂസ് അത് ജോലിയുമായി ബന്ധപ്പെട്ടായിരിക്കാം, നിങ്ങളുടെ ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് നോക്കി നിൽക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും വിദേശത്തു നിന്ന് വരുന്ന ആരെങ്കിലും കാത്തു നിൽക്കുന്നതായിരിക്കാം. അങ്ങനെ ഒരു ഇത് കാണുന്നുണ്ട്. അതായത് കാത്തിരിക്കുക എന്നുള്ളതാണ്. പ്രിപ്പറേഷൻസും പ്ലാനിങ്ങും നടത്തിയിട്ട് അതിൻ്റെ നെക്സ്റ്റ് അച്ചീവ്മെൻറ്റിലേക്ക് കാത്തിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് 3 of Wands പറയുന്നത്. വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവരെ സംബന്ധിച്ച് വളരെ നല്ലൊരു ദിവസമായിട്ട് കാണുന്നുണ്ട്. ഓക്കെ. ഇന്ന് നിങ്ങൾ കാത്തിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഇന്ന് വന്ന് കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇത് ട്രഷർ ഹണ്ടിങ്ങിന് പോകുന്ന രാജാവാണ്. രാജാവ് ആ പച്ച ഉടുപ്പൊക്കെ അദ്ദേഹം പണം സമ്പാദിക്കുമ്പോൾ അത് ഇട്ടുകൊണ്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഉടുപ്പാണത്. അതിനർത്ഥം അയാൾ പണം സമ്പാദിച്ചുകൊണ്ട് വരുമെന്ന് അയാൾക്ക് ഉറപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ധനസമ്പാദനത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് നല്ലൊരു ദിവസമാണ്. നിങ്ങൾക്ക് ധനസമ്പാദനത്തിനുള്ള മാർഗ്ഗങ്ങൾ ഇന്ന് തെളിഞ്ഞു വരുമെന്നാണ് കാണുന്നത് കേട്ടോ. ചിട്ടിയോ ലോട്ടറിയോ ലോൺ വെച്ചിട്ട് കാത്തിരിക്കുന്നവരോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് അതിനുള്ള നല്ലൊരു ദിവസമായിട്ട് കാണുന്നുണ്ട് കേട്ടോ. വണ്ടി എടുക്കാനൊക്കെ നോക്കി നിൽക്കുന്നവരാണെങ്കിൽ വണ്ടി എടുക്കാനൊക്കെ പറ്റും. ദെൻ എംപററിന് എനർജി ഉണ്ട്. അപ്പം കുറച്ച് ഈഗോയിസ്റ്റ് ആയിരിക്കും. മാത്രമല്ല ഈ നീതിന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരെങ്കിലുമായിട്ടൊക്കെ ചിലപ്പോൾ ഇന്ന് ഫേസ് ടു ഫേസ് വരാനായിട്ട് സാധ്യതയുണ്ട്. അതായത് പോലീസ്, പട്ടാളം, യൂണിഫോം ജോബ്സ് ചെയ്യുന്ന ആളുകളുമായിട്ട് എന്തെങ്കിലും ഒരു സമ്പർക്കത്തിൽ വരാൻ സാധ്യതയുണ്ട്. അത് മേ ബി ഒരു കേസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടൊരു ഈ യൂണിഫോം ജോബിൽ പെട്ട ആളുകളുമായിട്ടൊരു സമ്പർക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു അതോറിറ്റിയെ, ഒരു ജോബുള്ള ഗവൺമെൻറ് സർവീസിലുള്ള ആരെങ്കിലുമായിട്ടൊരു എൻകൗണ്ടർ ആയിരിക്കും. എൻകൗണ്ടർ മീൻസ് ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ഒരു ഫാദർ അല്ലെങ്കിൽ ഫാദർ ലൈക്ക് ഫിഗറുമായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക. രാഷ്ട്രീയ നേതാക്കളുമായിട്ടോ ഭരണാധികാരികളുമായിട്ടോ ആരോടെങ്കിലും ഒന്ന് കൂടിക്കാഴ്ച നടത്തുക, അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. ഓക്കെ. അതിപ്പോൾ ഭരണാധികാരി എന്നൊക്കെ പറഞ്ഞാൽ ആരും ആകും കേട്ടോ. ഭരണതലത്തിലുള്ള ആരെങ്കിലുമായിട്ടൊക്കെ കൂടിക്കാഴ്ചകൾ നടത്താൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങളുടെ ഹയർ അതോറിറ്റി അല്ലെങ്കിൽ തലവൻ എന്ന് പറയുന്ന ആരാണോ അയാൾ നിങ്ങളുമായിട്ട് ചിലപ്പോൾ ഒരു ഈഗോ ക്ലാഷ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതാണ് എംപറർ പറയുന്നത്. ഇനി പ്രൊമോഷനൊക്കെ നോക്കിയിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് പ്രൊമോഷനോ സാലറി ഹൈക്കോ അല്ലെങ്കിൽ ജോലിയിൽ സ്ഥിരത കിട്ടുന്നതോ ജോലി പെർമനൻ്റ് ആവുന്നതോ അങ്ങനെയൊക്കെ ആയിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ദെൻ 9 of Wands ഉണ്ട്. അപ്പോൾ നിങ്ങൾ പേടിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഈ രാഷ്ട്രീയമായ ഇടപെടലുകളോ അല്ലെങ്കിൽ യൂണിഫോം ഇട്ട അതായത് നീതിന്യായ വ്യവസ്ഥയെ നിങ്ങൾ ഭയപ്പെടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ഭയപ്പെടേണ്ട ആവശ്യമുണ്ടെന്നാണ്. അപ്പോൾ നിങ്ങളുടെ നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമാക്കി വെക്കുക എന്നുള്ളതാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഇന്ന് വിറപ്പിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. നിയമപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വരാൻ സാധ്യത ഉണ്ടെന്നാണ്. ദെൻ ലവേഴ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ലവേഴ്സിൻ്റെ കാർഡ് പറയുന്നത് ഇപ്പോൾ റിലേഷൻഷിപ്പിലൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇന്ന് റീയൂണിയൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് കൂടി ചേരുക. അവിടെ ഒരു ലവ് മേക്കിങ്ങിൻ്റെ സാധ്യതയുണ്ട്. ഫിസിക്കലായിട്ടുള്ള താല്പര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുക. അതുപോലെ സെപ്പറേഷനുള്ള ആളുകൾ കൂടി റീയൂണിയൻ ഉണ്ടാവുക.
നിങ്ങൾ തമ്മിൽ കാണുക, മീറ്റ് ചെയ്യുക, മിസ് ചെയ്യുക, കുറേ സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുക, അതൊക്കെയാണ് ലവേഴ്സിൻ്റെ എനർജി പറയുന്നത്. പിന്നെ ഇന്ന് മൊത്തത്തിലൊരു എല്ലാവരോടും വളരെ ഒരു സ്നേഹമൊക്കെ തോന്നുന്ന ഒരു ദിവസമായിരിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് 7 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഒറ്റപ്പെട്ട് നിന്നിട്ട് മറ്റുള്ള ഒരുപാട് ആളുകളോട് പ്രതിരോധിക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഇന്ന് ശരിക്കും നിങ്ങളെ ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ ഒരു സഭ വിളിച്ചിട്ട് നിങ്ങളെ മധ്യത്തിൽ നിർത്തിയിട്ട് മറ്റുള്ളവർ ചുറ്റും നിന്ന് നിങ്ങളോട് ആക്രോശിക്കുക, നിങ്ങളെ ചോദ്യം ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ഓവർ തിങ്ക് ചെയ്തിട്ട് അങ്ങനായിരിക്കും ഇങ്ങനായിരിക്കും എന്ന് വിചാരിച്ച് ചെറിയ കാര്യങ്ങളെ വലുതാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. നിങ്ങളുടെ ചിന്ത കൊണ്ടാണ് നിങ്ങൾ കോൺഫ്ലിക്റ്റഡ് ആകുന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളാണ് പ്രശ്നം. നിങ്ങളുടെ മനസ്സിലെ ചിന്തകളാണ്, നെഗറ്റീവ് ചിന്തകളാണ് പ്രശ്നങ്ങൾ. ബാക്കിയെല്ലാം കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരിക്കും. ബാക്കിയെല്ലാം നിങ്ങൾ ഓവർ തിങ്ക് ചെയ്തെടുക്കുന്ന പ്രശ്നങ്ങളായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഓവർ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി, ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് പൊരുതുവാണ് എന്നൊന്നും തോന്നേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ ആരാണെന്ന് നിങ്ങൾക്ക് വ്യക്തമല്ല. പക്ഷെ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ കൂടുതൽ നിങ്ങളുടെ തന്നെ നെഗറ്റീവ് ചിന്തകളാണ് കാരണം. അവരങ്ങനെ വിചാരിച്ച് കാണും, ഇവരിങ്ങനെ വിചാരിക്കും, ഇവരെന്തായിരിക്കും വിചാരിക്കുന്നത് എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. അതൊക്കെ നിങ്ങളുടെ ഓവർ തിങ്കിങ് മാത്രമാണ്. നിങ്ങൾ ഇന്നേ ദിവസം ഒന്നിനെക്കുറിച്ചും ഓവർ തിങ്ക് ചെയ്യണ്ട. ദെൻ നെക്സ്റ്റ് വന്നിട്ട് 5 ഓഫ് സ്വോർഡാണ്. അപ്പോൾ മറ്റുള്ളവർ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിങ്ങളെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അവരുടെ സെൽഫിഷ് ആയിട്ടുള്ള ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ഉപയോഗിക്കുക, നിങ്ങളുടെ ഇമോഷൻസിനെ ഹേർട്ട് ചെയ്യുക, ഇൻസൾട്ട് ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവർ മുമ്പ് വെച്ച് കളിയാക്കുക, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. ഞാൻ ആർക്കും നിന്ന് കൊടുക്കാൻ തയ്യാറല്ല, ആരുടെ മുമ്പിലും താഴാനോ, അല്ലെങ്കിൽ എൻ്റെ സെൽഫിനെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്തോളാം, അത് മറ്റൊരാൾ അതിനെ കളിയാക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പം നിങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുക. നിങ്ങൾ നാണം കെടുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കുക. കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാൻ പോകണ്ട. മറ്റുള്ളവരുടെ അവരുടെ സ്വാർത്ഥതയ്ക്ക് നമ്മൾ നിന്ന് കൊടുക്കാൻ പോകേണ്ട ആവശ്യവും ഇല്ല. ഓക്കെ, അതാണ് 5 ഓഫ് സ്വോർഡ്. ഇതൊരു ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, കോമ്പറ്റീഷൻ ഉണ്ടാവുക, നിങ്ങളോടൊപ്പം മത്സരിക്കാൻ ആളുകൾ ഉണ്ടാവുക, അപ്പോൾ നിങ്ങളെ നാണം കെടുത്താൻ വേണ്ടി നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് കേട്ടോ ഈ 5 ഓഫ് സ്വോർഡ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ പോയിട്ട് അഭിപ്രായം പറയാൻ പോകണ്ട, മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. ദെൻ 2 ഓഫ് സ്വോർഡാണ്. എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഇന്നും തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്ന് കാണുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനം ഇൻഡിസിഷനായിട്ട് നീണ്ടു പോകുന്നു എന്നാണ്. നിങ്ങൾ മാനസികമായിട്ട് സമ്മർദ്ദപ്പെട്ടിട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ ആകപ്പാടെ ഒരു ബുദ്ധിമുട്ടിലിരിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് തുറന്നു പറയാൻ ആരും ഉണ്ടാവത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ നിങ്ങളിങ്ങനെ കോൺഫ്ലിക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, ആരോടൊരു അഭിപ്രായം ചോദിക്കാൻ പറ്റും എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, നിങ്ങൾക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ടോയെന്ന് നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷനോട് ചോദിക്കുക. ഞാൻ എന്താണ് തീരുമാനം എടുക്കേണ്ടതെന്ന് നല്ലൊരു ഡീപ്പ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് ഈ പ്രശ്നം ഇതാണ്, അപ്പോൾ ഇതിന് ഞാൻ എന്ത് സൊല്യൂഷനാണ് എടുക്കേണ്ടതെന്ന് നിങ്ങൾ നിങ്ങളുടെ തന്നെ ഗട്ട് ഫീലിങ്ങിനോട് ചോദിക്കുക, നിങ്ങളുടെ തന്നെ ഇൻഡ്യൂഷനോട് ചോദിക്കുക. നിങ്ങൾക്കൊരു ഉത്തരം എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങളെ സഹായിക്കാൻ കഴിയും എന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ള ആരോടെങ്കിലും സഹായം ചോദിക്കുക. ഒരു ഗൈഡൻസ് എടുത്ത് നോക്കുമോ, ഒരു കൗൺസിലിംഗ് എടുത്ത് നോക്കുമോ. ചിലപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൻ്റെ തെറ്റിദ്ധാരണ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ തോന്നൽ കൊണ്ടോ ഉള്ളതായിരിക്കും. അപ്പോൾ അതിനെയൊക്കെ ഒരു കൗൺസിലിംഗ് സെഷനിലൂടെയൊക്കെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ആ ഒരു എൻ്റയർ പ്രോസസ്സ് തന്നെ നിങ്ങളുടെ ഓവർ തിങ്കിങ് എന്നുള്ള പ്രശ്നം തന്നെ അവിടെ എൻ്റെ ആയി പോവുകയും നിങ്ങൾ കൂടുതൽ സ്ട്രെസ് റിലീഫ് നേടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്മൂത്തായിട്ട് പോകാൻ പറ്റും. ഇങ്ങനെ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കേണ്ട ആവശ്യം ഇല്ല. അങ്ങനെ ഒരുപാട് വിഷമം മനസ്സിൽ വെച്ചിട്ട് ഓവർ തിങ്ക് ചെയ്തിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റാതെ ഇങ്ങനെ സ്ട്രെസ് ആയിട്ടിരിക്കേണ്ട ആവശ്യം ഇല്ല. പറ്റുമെങ്കിൽ മറ്റാരോടെങ്കിലും ഷെയർ ചെയ്യുക, അവർ തരുന്ന ഉപദേശം സ്വീകരിക്കുക, എന്നിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ മറ്റുള്ളവരോട് അഭിപ്രായം ചോദിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ദെൻ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. കാത്തിരുന്ന പണം അല്ലെങ്കിൽ എന്തോ ഒരു സമ്പാദ്യം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. ഗോൾഡ് ഓർണമെൻറ്റ്സ് ഒക്കെ സൂക്ഷിക്കണം കേട്ടോ. ഇന്നലെ പോകുമെന്ന് പറഞ്ഞു എൻ്റെ മാല, അയ്യോ കിട്ടി. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് നമ്മൾ കാത്തിരുന്ന കമ്മിറ്റ്മെൻ്റ് ആയിരിക്കാം, പണമായിരിക്കാം, സമ്പാദ്യം, സ്വർണ്ണമായിരിക്കാം, പ്രോപ്പർട്ടി ആയിരിക്കാം, അത് പതുക്കെ പതുക്കെ നമ്മളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്താണോ കാത്തിരുന്നത് അത് നിങ്ങളിലേക്ക്, മിക്കവാറും പണമായിരിക്കും. അപ്പോൾ വെയിറ്റ് ചെയ്തിരുന്ന പണം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. അപ്പോൾ ഇന്ന് ഫിനാൻഷ്യലി നിങ്ങൾ കുറച്ച് സ്റ്റേബിൾ ആകാൻ സാധ്യതയുണ്ട്, പണം നിങ്ങളിലേക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. ഇത് കാത്തിരുന്ന പണമാണ് കേട്ടോ, നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന പൈസയാണ്, ആ പൈസ നിങ്ങളിലേക്ക് വന്നു ചേരാൻ സാധ്യത ഉണ്ടെന്നാണ് ഈ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് കാർഡ് വന്നിട്ട് ഏസ് ഓഫ് കപ്സ് ആണ്. ഒരു പുതിയ പ്രണയം നിങ്ങളിലേക്ക് വരുന്നു എന്നായിരിക്കാം.
അല്ലെങ്കിൽ വഴക്കുണ്ടായി കോൺഫ്ലിക്റ്റഡ് ആയിട്ടൊക്കെ നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നായിരിക്കാം. അതുമല്ലെങ്കിൽ മോസ്റ്റ്ലി ഇതൊരു പുതിയ പ്രണയം തന്നെയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ വഴക്കുണ്ടാക്കി പിണങ്ങി നിൽക്കുന്ന ആളുകളോട് നിങ്ങൾക്കൊരു പുതിയ സ്നേഹം തോന്നുകയും അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആളുകളെ നിങ്ങൾ കുറച്ചും കൂടെ കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് കുറച്ചും കൂടെ ഒരു നല്ല സ്നേഹത്തിലേക്ക് നിങ്ങൾ വരികയോ ചെയ്യുന്നതാവാൻ സാധ്യതയുണ്ട്. അത് ബോട്ടം നിൽക്കുന്ന 4 ഓഫ് കപ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഇമോഷണലി ഭയങ്കര ഡ്രെയിൻഡ് ആണ്, നിരാശയിലാണ്, കടുത്ത നിരാശയിലാണ്, വല്ലാത്ത ഡിസപ്പോയിൻമെൻറ്റിലൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്കുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് കാണുന്നത്. ഒരു പുതിയ തുടക്കം, അതായത് ഇത് നിങ്ങൾ ഓൾറെഡി ഉള്ള റിലേഷൻഷിപ്പിനകത്ത് എന്തെങ്കിലുമൊക്കെ മുറുമുറുപ്പുകളോ അല്ലെങ്കിൽ അവിടെ ഒരു അകൽച്ചയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു ഡിസപ്പോയിൻമെൻറ്റോ അല്ലെങ്കിൽ നിരാശയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു പുത്തൻ ഉണർവ് വരുന്നു, അവരോടൊരു പ്രത്യേക സ്നേഹം തോന്നുക, ഒരു പുതിയ തലത്തിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉയർത്തപ്പെടുക എന്നൊക്കെ അർത്ഥമുണ്ട്. അല്ലെങ്കിൽ ഇതൊരു പുതിയ ലവ് ആണ്, പുതിയൊരു ആൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ലവേഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്, അതിൻ്റെ തൊട്ട് താഴെ ഏസ് ഓഫ് കപ്സും വന്നിട്ടുണ്ട്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരുന്ന ഒരാൾ നിങ്ങളിലേക്ക് റീയൂണിയനായിട്ട് വരുന്നതാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ റീയൂണിയൻ്റെ കുറേ കാർഡ്സ് ഉണ്ട്, റീയൂണിയനായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ പിരിഞ്ഞ് നിന്ന ആളുകൾ നിങ്ങളിലേക്ക് ചേർന്ന് വരുന്നതായിട്ട് കാണാനും സാധ്യതയുണ്ട്. ഇത് 4 ഓഫ് കപ്സ് ഉള്ളത് കൊണ്ട് ഈ മദ്യപാനശീലമൊക്കെ ഉള്ള ആളുകളെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇന്ന ദിവസം നിങ്ങൾക്ക് തീരെ നല്ലതായിട്ട് കാണുന്നില്ല. നിങ്ങൾ മദ്യപിക്കാൻ ഇന്ന് നിങ്ങൾ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ടെംപ്റ്റേഷൻ ഉണ്ടെങ്കിൽ ഇന്നേ ദിവസം അത് ചെയ്യരുത്, നിങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് വളരെ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ജനറൽ ആയിട്ടുള്ള റീഡിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഒരു സജഷൻ ചോദിക്കാനുള്ളത്, ഈ ജനറൽ റീഡിങ്ങും അതിൻ്റെ കൂടെ ഏഞ്ചൽസ് ഗൈഡൻസും പിന്നെ ലവേഴ്സിനുള്ള ഗൈഡൻസും കൂടെ എടുക്കുമ്പോൾ ലെങ്തി ആയി പോകുന്നുണ്ട് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റ് വേണ്ട എന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അതുപോലെ നിങ്ങൾ റീഡിങ് കേട്ടിട്ട് പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് താങ്ക് യു യൂണോസ്ന്നെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങളിത് കേട്ടു പോയി, നിങ്ങൾക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. നിങ്ങൾക്ക് പ്രയോജനം കാണുമായിരിക്കും, കുറേ സമയം എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ വീഡിയോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു താങ്ക് യു യൂണോസെങ്കിലും ഒരു എനർജി എക്സ്ചേഞ്ച് എന്ന നിലയിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഒരു ലൈക്കോ കമൻറ്റോ എന്തെങ്കിലും ഇടുന്നത് നല്ലതായിരിക്കും കേട്ടോ. എപ്പോഴും ഫ്രീ കിട്ടുന്ന സാധനങ്ങൾക്ക് മൂല്യം ഉണ്ടാവില്ല. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു എഫേർട്ട് നമ്മുടെ ഭാഗത്തുനിന്നും കൂടെ ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. എന്നും സ്ഥിരമായിട്ട് കമൻറ്റ് ഇടുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ ഏഞ്ചൽസ് ഗൈഡൻസ് നോക്കാം. എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് എ ഇയർ ഫ്രം നൗ എന്നാണ്. ഈ എ ഇയർ, ഒരു വർഷമോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത്, നമ്മൾ ചിലപ്പോൾ എഫേർട്ട് ഇട്ടാൽ ഈ ഒരു വർഷം എന്നുള്ളത് മുന്നോട്ടാക്കാൻ പറ്റും. പക്ഷേ എല്ലാത്തിനും ഒരു ഡിവൈൻ ടൈമുണ്ട്. നമ്മൾ എത്ര എഫേർട്ട് ഇട്ടൊരു കാര്യം നേടാൻ ശ്രമിച്ചാലും ആ ഡിവൈൻ ടൈമിൽ മാത്രമാണ് അത് നമ്മൾ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ആ കാര്യം നമ്മളിലേക്ക് വന്നു ചേരുള്ളൂ. അല്ലാതെ അത് വരുമായിരിക്കും, പക്ഷേ നമ്മൾ പ്രപഞ്ചം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മളിലേക്ക് അത് വന്നു ചേരേണ്ടതായിട്ട് ഉണ്ടെങ്കിൽ അത് കൃത്യം ആ സമയമാകുമ്പോഴത്തേക്ക് ആ ഡിവൈൻ ടൈമിൽ മാത്രമേ നമ്മളിലേക്ക് വന്നു ചേരുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ വെയിറ്റ് ചെയ്യുന്നത് അതിന് ഇനിയും ഒരു വർഷവും കൂടെ, എ ഇയർ ഫ്രം നൗ, ഒരു വർഷവും കൂടെ നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും. അതിൻ്റെ ഏറ്റവും മനോഹരമായ ഭാവത്തിൽ അത് നിങ്ങളിലേക്ക് വന്നു ചേരാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തത് ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നിങ്ങളുടെ ഗട്ട് ഫീലിങ്ങിനോട് തന്നെ ചോദിക്കുക. നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. എന്നിട്ട് ആ ചോദ്യം ചെയ്യലിനെ നിങ്ങൾ തന്നെ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഉത്തരം കിട്ടും. ആ ഉത്തരത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. ആദ്യം നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ സോൾ നമുക്ക് പറഞ്ഞു തരുന്ന ഉത്തരം നമ്മൾ വിശ്വസിക്കുക. ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ചെയ്യുക. എന്നിട്ടും ഒരു തൃപ്തി ഇല്ലെങ്കിലാണ് നിങ്ങൾ മറ്റൊരാളുടെ അഭിപ്രായം ചോദിക്കാവുള്ളൂ. അപ്പോൾ അവരോട് പറയണം, എനിക്കിങ്ങനെയാണ് തോന്നുന്നത്, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. ദെൻ തേർഡ് വന്നിട്ട് ദർ ഇസ് സംതിങ് ബെറ്റർ ആണ്. അപ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള എന്തോ ഒന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് കൊണ്ട് കരുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ അതുകൊണ്ട് ധൃതി പിടിക്കേണ്ട ആവശ്യമില്ല. അത് കൃത്യസമയത്ത് നിങ്ങളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. ബോട്ടം വന്നിരിക്കുന്നത് ബി അസേർട്ടീവ് ആണ്. നിങ്ങൾ നല്ല ദൃഢനിശ്ചയം എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനാണ് പറയുന്നത് കേട്ടോ. സോറി. ദെൻ ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം. എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ്? എന്താണ് ലവേഴ്സിന് ഇന്ന ദിവസം യൂണിവേഴ്സ് കൊടുക്കുന്ന ഗൈഡൻസ്? ഒന്ന്, ദിസ് കുഡ് ബി ദ വൺ. ഇതാണ് നിങ്ങൾ കാത്തിരുന്ന ആളെന്ന് പറയുന്നത്. നിങ്ങൾ ഓൾറെഡി അറിയുന്ന ആളുകളാണ്, നിങ്ങളുടെ റൊമാൻറ്റിക് പാർട്ട്ണറാണ്. ഇയാളെയാണ് നിങ്ങൾ ഇത്രയും കാലമായിട്ട് കാത്തിരുന്നത്. അപ്പോൾ ഇയാളെ മുറുക്കെ പിടിച്ചോ, ഇയാളെ വിടരുത്. 11 ആണ് ലിവൻ കേട്ടോ.
ദെൻ യു ഡിസേർവ് ലവ് ആണ്. നിങ്ങളെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, ആദ്യം സ്നേഹം ആവശ്യമുള്ളത് നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്തിട്ട് വേണം മറ്റുള്ളവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ട്. നിങ്ങളാണ് ആദ്യം സ്നേഹം അർഹിക്കുന്നത്. നിങ്ങളെ ആദ്യം തൃപ്തിപ്പെടുത്തുക. നെക്സ്റ്റ് കാർഡ്, വർത്ത് വെയിറ്റിംഗ് ഫോർ. ഡിവൈൻ ടൈമിംഗ് ഈസ് അറ്റ് വർക്ക് ഇൻ യുവർ ലവ് ലൈഫ്. ഞാൻ പറഞ്ഞില്ല ആദ്യമേ, ഞാൻ പറഞ്ഞ എല്ലാം തന്നെയാണ് ഗൈഡൻസ് ഇടുന്നുള്ളത്. നമ്മൾ എന്തൊക്കെ കുസ്തി പിടിച്ചെന്ന് പറഞ്ഞാലും ആ ഡിവൈൻ ടൈമിൽ മാത്രമാണ് കൃത്യം കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുള്ളൂ. എന്തുകൊണ്ട് എനിക്കിത് സംഭവിക്കുന്നില്ല, എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇത് കിട്ടുന്നില്ല എന്ന് വിചാരിക്കുന്നവരോടാണ്, നിങ്ങളുടെ സമയം ആയിട്ടില്ല. നിങ്ങൾ കുറച്ചും കൂടെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, നിങ്ങൾ കുറച്ചും കൂടെ കാര്യങ്ങൾ നേടാനുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് വരാനുള്ളത് നിങ്ങളിലേക്ക് വന്നു ചേരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റും കൂടെ ചെയ്യണം. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവരല്ല, എല്ലാവരും കമൻറ്റ് ചെയ്യണേ. പിന്നെ ഹൈപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ ഹൈപ്പ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും. നല്ലൊരു ദിവസം കേട്ടോ. താങ്ക് യു.